പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 140 കോടി മനുഷ്യരുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോ ആ പ്രധാനമന്ത്രി കാണിക്കേണ്ടുന്ന അന്തസ്സും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തിൽ പ്രബന്ധത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരു സത്യസന്ധതയും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ സംവിധായകനായി അഭിനേതാവായി അദ്ദേഹം നിൽക്കുകയാണ് ഉള്ളത്. പ്രധാനമന്ത്രി സമസ്യയിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ തരംതാണ രാജ്യത്തെ ജനങ്ങളെ പിടിപ്പിക്കുന്ന മുളപ്പുറത്തിൽ നടത്തിയ പ്രധാനമന്ത്രിയാണ് കുടുംബമാണ് എഴുതുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യമാകെ നടക്കുകയാണ്. ജനാധിപത്യമാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ള 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ എല്ലാം തെരഞ്ഞെടുപ്പുള്ളതാണ്. മാത്രമല്ല 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ടുവന്ന നമ്മുടെ രാജ്യത്ത് ദൂരദർശൻ പോലെയുള്ള ഔദ്യോഗിക ചാനലുകളോ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾക്കോ പ്രതിപക്ഷ നേതാവിനോ അവസരമില്ല. അത്തരത്തിൽ രാഷ്ട്രത്തോടായി ഒരു അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് 2 വ്യക്തികളാണ്. ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രം, മറ്റൊരു പ്രധാനമന്ത്രി. ഇത് 2 പേര് തന്നെ ജനങ്ങളെ അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അത്യന്തം ഗൗരവമേറിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാൻ പറ്റിയ
അങ്ങനെയൊക്കെ പറയും. ഈ നമ്മളെ നമ്മളെയൊക്കെ വലിയ കുറ്റമായത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്, നമ്മളെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. തീർച്ചയായും നമ്മളൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ. ആമിനെ കണ്ടല്ലോ, അവര് ബോധ്യപ്പെട്ടല്ലോ, ഇയാളെന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ഇവന്മാരെന്ത് ചെയ്യുന്നത് കണ്ടു കൊടുക്കണം. അവരെന്ത് ചെയ്യുന്നത് എല്ലാവരും പുസ്തകം സമാധാനം അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തനിക്ക് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തരത്താണ് രാഷ്ട്രീയ വർത്തമാനം അതാ പ്രധാനമന്ത്രി പറയും. ഞാൻ പറയാൻ പറ്റില്ല, കൂട്ടകളാണ് നമ്മളെ എന്തൊക്കെയോ ചെയ്തു പറയുന്നത്. തെളിവോടെ കാണിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് കണ്ടവന്മാരെ നമ്മുടെ വീട്ടിലെ തലമുറകളൊക്കെ ഉണ്ടാക്കി ഈ പണിയെടുക്കുന്നുള്ള അവർ കണ്ടെത്തി തീർച്ചയായിട്ടും അത് പോലും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും അപകടകരമായ നീക്കമാണ്. ആ അപകടകരമായ നീക്കത്തിൽ വളർന്നുകൊണ്ട് അത് സ്ത്രീ സംവരണമാണ്, സ്ത്രീകളുടെ ലാഭമില്ലാതെ സ്ത്രീകളെ പ്രചോദനത്തിൽ പോഷിക്കണം, ഇവരെ ഫലത്തിലേക്ക് അടുപ്പിക്കരുത്, വോട്ട് ചെയ്തവന്മാർ ആരാണെന്ന് മനസ്സിലാക്കി അവരെ പരാജയപ്പെടുത്തുന്നത് പൂർണ്ണാംഗ രാഷ്ട്രീയ നേതാവ് അവരെ സംബന്ധിച്ച് പറയുന്ന കാര്യമല്ല. ഇതിലെ രാഷ്ട്രത്തെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ അതുപോലെ ആളുകൾ വലിയ നേതാക്കന്മാരൊക്കെ രാഷ്ട്രത്തെ സംഭവങ്ങൾ സന്ദർഭങ്ങളിൽ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതിനെല്ലാം മാറി എല്ലാ ജനാധിപത്യത്തിലും ഈ നരേന്ദ്രമോദിയുടെ ആവശ്യപ്പെട്ട കാര്യമാണ്. നല്ല ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ജനവിധമായ